بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين ما بعد إن نريد إلا الإصلاح والصلاة وما توفيقي إلا بالله عليه توكلت وإليه نيب ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ഷിയ വിഭാഗത്തിൻ്റെ തുടക്കം അപ്പേരിൽ അവർ അറിയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായി എന്നും ഒരു ജൂതനായ ഇസ്ലാം അഭിനയിച്ചു വന്ന അബ്ദുല്ലാ ഇബ്നു സബാ ആണ് ഇതിന്റെ പിന്നിൽ. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു ജീവിക്കുന്ന സമയത്ത് തന്നെ വളരെ പിഴച്ച അബദ്ധജടിലമായ വാദങ്ങൾ ഇമാം അലിയാർ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ ഹളറത്തിൽ വെച്ച് വരെ പറയാൻ ധൈര്യം കാട്ടിയ ആളാണ് ഇബ്നു സബ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവതാരമാണ്, അതുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ തരപ്പെട്ട ഇലാഹാണ് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു എന്ന് വരെ ഈ മനുഷ്യൻ വാദിക്കുകയും അതിന് ഏതാനും ചില അനുയായികളെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഇതൊക്കെ ഇമാം അലി റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്ന സമയത്താണ്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഒരു ഇബ്നു സബ ഇല്ല എന്നും അത് സുന്നികൾ അവരുടെ മേൽ ആരോപിക്കുന്നതാണെന്നും ഇദ്ദേഹത്തിന്റെ അബദ്ധജടിലമായ വാദങ്ങൾ എന്ന് പറയുന്നതൊക്കെ സുന്നികൾ എഴുതിയുണ്ടാക്കി വെറുതെ പറയുകയാണ് എന്നുമാണ് ആധുനിക ഷിയാക്കൾ പ്രചരിപ്പിക്കുന്നത്. അതിന് ഇൻഷാ അല്ലാഹ് സബഇയ്യ എന്ന വിഭാഗത്തെ പറ്റി പറയുന്നിടത്ത് മിക്കവാറും നാളെ ആ ഭാഗത്തെത്തും. അവരുടെ മുത്തഖദ്ദിമീങ്ങളായ ആദ്യകാലക്കാരായ 20ഓളം പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവരുടെ ആധികാരിക ഗ്രന്ഥത്തിൽ ഇബ്നു സബ എന്ന് പറയുന്ന ആളാണ് ഇതിന്റെ തുടക്കത്തിലുള്ള സ്ഥാപകനെന്നും, പക്ഷെ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നും ആ വസ്തുത ശരിയാണെന്നും ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിൽ ഉലൂഹിയത്ത് വരെ അദ്ദേഹം ആരോപിച്ചിരുന്നെന്ന് മാത്രമല്ല, അവർക്കെതിരിൽ ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു തആല അൻഹു വിധി കൽപ്പിക്കുകയും താൻ ഇലാഹാണെന്നോ ഇലാഹിന്റെ അവതാരമാണെന്നോ പറയുന്നവർ മുർത്തദ്ദുകളാണെന്നും അവരെ തീയിട്ട് കൊല്ലാൻ ഇമാം അലി റളിയല്ലാഹു അൻഹു വിധിച്ചു എന്നും അങ്ങനെ അവരെ തീയിട്ട് കൊന്നു എന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ ഉണ്ട്. ആ ഭാഗം ഇൻഷാ അല്ലാഹ് പറയും. മുൻകൂട്ടി പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ സ്വഭാവം അങ്ങനെ. അതിനൊരു കാരണമുണ്ട്. അവരുടെ അടിസ്ഥാനമായ ഉസൂലുകളിൽപ്പെട്ട ഒരു അസ്ല് അത്തഖിയ്യ എന്നതാണ്. അത്തഖിയ്യ എന്ന് പറഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ അനിവാര്യമായ സാഹചര്യങ്ങൾ ഉള്ളിലുള്ള ആദർശം മറച്ചു വെച്ചുകൊണ്ട് ജീവരക്ഷാർത്ഥം മറ്റൊന്ന് പറയാ എന്നതാണ്. പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അവർക്ക് തഖിയ്യത്ത് എന്ന് പറഞ്ഞാൽ ദീനിന്റെ അർക്കാനുകളിൽപ്പെട്ട ഒരു റുക്കനാണ്. അവർ ചെയ്യുന്ന സ്വാലിഹായ അമലുകളിൽപ്പെട്ട ഒരു അമലാണ്. എന്ത് പറഞ്ഞാൽ കളവ് പറയല്. കളവ് പറയല് ദീനിന്റെ റുക്കിനുകളിൽപ്പെട്ട ഒരു റുക്കിനാണെന്നും അത് ചെയ്യാത്തവൻ യഥാർത്ഥ മോമിനാവില്ല എന്നും വരെ പറയുന്ന തഖിയ്യ എന്നൊരു അടിസ്ഥാനമുണ്ട് ഷിയ വിഭാഗത്തിന് മൊത്തം. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അവര് ചെയ്യുന്നതും അവർ വിശ്വസിക്കുന്നതും അവരെ ആചരിക്കുന്നതും അവരുടെ അണ്ടറിൽ മാത്രം. അവരല്ലാത്ത ആളുള്ള സ്ഥലത്ത് വെച്ച് സന്ദർഭത്തിൽ വെച്ച് അവരതൊന്നും ചെയ്യൂല, പറയൂല. ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല, ഞങ്ങൾക്ക് അതുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് തീർത്ത് പറയും. അത് പറയൽ വുജൂബാണ്. പിന്നെ അവരെ വാക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ഒറ്റ വഴിയേ ഉള്ളൂ, അവരുടെ പണ്ഡിതന്മാർ, അവരുടെ ഇമാമുകൾ, അവരുടെ ആധികാരികമായി ഇന്നും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച് അവരുടെ
ഷീ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചിട്ട് അതിലതുണ്ട്. നമുക്ക് തെളിവ്. ഈ ഇബ്നു സബൈനെ തന്നെ തീയിട്ടു എന്ന് ചില റിപ്പോർട്ടുകൾ അവരുടെ കിതാബുകളിൽ വരുന്നുണ്ട്. പക്ഷേ അതുണ്ടായിട്ടില്ല എന്നതാണ് ശരി. കാരണം അയാളെയും തീയിട്ട് കൊല്ലാൻ ഇമാം അലി റളിയല്ലാഹു തആല അൻഹു കൽപ്പിച്ചതാണ്. പക്ഷേ ആളുകൾ ആകെ ഇളകി വശായി. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പിന്തുണക്കുന്ന കൂഫക്കാരായ ഷിയാക്കൾ അതിൽ ഇളകി വശായി. അവര് പറഞ്ഞു, അഹ്ലുബൈത്തിനെ സ്നേഹിക്കാനും അഹ്ലുബൈത്തിനെ ആദരിക്കാനും അവരുടെ അധികാരം അംഗീകരിക്കാനും ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടും പ്രസംഗിച്ചുകൊണ്ടും പ്രസ്താവന നടത്തിക്കൊണ്ടും ജീവൻ തരെ നിങ്ങളുടെ അഹ്ലുബൈത്തിന് നൽകാൻ തയ്യാറായ അദ്ദേഹത്തെ നിങ്ങൾ ശിക്ഷിക്കുകയോ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അബ്ദുല്ലാഹ് ഇബ്നു സബൈനെ പിന്തുണക്കാൻ, അവനെതിരിൽ നടപടിയെടുക്കാൻ ഇമാം അലി റളിയല്ലാഹു അൻഹു മുതിരുകയാണെങ്കിൽ അവർ വിപ്ലവം സൃഷ്ടിക്കും എന്നിടത്തെത്തിയപ്പോ സമൂഹത്തിന്റെ സുരക്ഷ കണക്കാക്കി ഇനി ഇവിടെ ഇറാഖിൽ വെച്ചിട്ട് ഒരു ആഭ്യന്തര യുദ്ധം നടക്കണ്ട എന്ന നിലക്ക് അയാളെ നാട് കടത്തി. ഏതായാലും ഇമാം അലി റളിയല്ലാഹു തആല കാലത്തിന് ഉണ്ടവന് അന്ന് തുടങ്ങി. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു പ്രത്യേക സംഘടനയായി രൂപപ്പെട്ടിട്ടില്ല. അവരും ഈ സുന്നികളുടെ കൂടെ തന്നെയാണ്. ഇമാം അലി റളിയല്ലാഹു തആലയുടെ കൂട്ടത്തിൽ തന്നെയാണ് അവരുള്ളത്. സഹാബത്തിനെ അംഗീകരിക്കുന്നവരായിക്കൊണ്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ ബഹുമാനിക്കുന്നവരായിക്കൊണ്ടും പുറത്തു കാട്ടും, ഉള്ളിൽ അതിനെതിരെ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. ഇങ്ങനെയായിരുന്നു അന്ന്. പിന്നീട് ഇന്നലെ സൂചിപ്പിച്ചല്ലോ, സംഘടനയായി ഷിയാ വിഭാഗം എന്നൊരു സംഘടനയും അഹ്ലുസുന്നത്തിന്റെ വൽ ജമാഅത്തിന്റെ വിരുദ്ധരുമായ ഒരു വ്യതിചലനം സംബന്ധിച്ച ഒരു പ്രസ്ഥാനമായി ഇത് രൂപപ്പെടുന്നത് ആമുൽ ജമാഅത്തിന്റെ ശേഷമാണ്. രണ്ട് ഷിയത്ത് ഇല്ലാതായി. ഷിയത്ത് അലിയും ഷിയത്ത് മുആവിയയും എന്ന് പറഞ്ഞാൽ രണ്ടില്ല. ഒരു വിഭാഗം അഹ്ലുസുന്ന വൽ ജമാഅ അഥവാ സഹാബത്ത് എല്ലാവരും അവരെ പിന്തുണക്കുന്ന മുഴുവൻ താബിഈകളും ഒരു ഇമാമിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി നിലനിന്നു. അപ്പൊ പിന്നെ ഷിയത്ത് രണ്ടായിട്ടില്ലാതായി. പിന്നീട് ഇവര് സംഘടിച്ച് രൂപപ്പെടുത്തിയതാണ് ഷിയത്ത് അലി. ആദ്യകാലത്ത് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്, ഷിയത്ത് അലി. പിന്നീട് മറുഭാഗത്തൊരു ഷിയത്ത് ഇല്ലാത്തത് കൊണ്ട് ഷിയത്ത് അലി എന്ന ആ വാൽക്കഷ്ണം ഒഴിവാക്കിയിട്ട് വെറും ഷിയ എന്ന പേരിൽ അറിയാം. അവിടെ മുതലാണ് ഇവർ സംഘടിതമായി ഒരു പ്രസ്ഥാനമായി രൂപപ്പെടുകയും അവരുടെ പ്രത്യേകമായ വാദങ്ങളും ന്യായങ്ങളും രൂപപ്പെടുകയും അത് ഗ്രന്ഥരൂപത്തിൽ രചിക്കപ്പെടുകയും അത് മുസ്ലിം ഉമ്മത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തത് ആമുൽ ജമാഅത്തിന്റെ ശേഷമാണ്. ഇവര് അടിസ്ഥാനപരമായി 5 ഗ്രൂപ്പുകളായിരുന്നു. ഷിയാ വിഭാഗം അടിസ്ഥാനപരമായി 5 ഗ്രൂപ്പുകളാണ്. ഒന്ന് കൈസാനിയ എന്ന പേരിൽ അറിയപ്പെടും. കൈസാൻ, അയാളെ പറ്റിയിട്ട് വിവരണം വരും. കൈസാൻ എന്നത് ഇമാം അലി റളിയല്ലാഹു തആലയുടെ ഭൃത്യനായിരുന്നു, അടിമയായിരുന്നു. തന്റെ ശേഷം ഇമാം അലി റളിയല്ലാഹു തആലയുടെ പ്രധാനപ്പെട്ട മക്കളിൽ മൂന്നാമനായ മുഹമ്മദ് ബിനുൽ ഹനഫിയ റളിയല്ലാഹു തആലയുടെ ഖാദിമായി അദ്ദേഹമാണ് ഇമാം അലി റളിയല്ലാഹു തആല കഴിഞ്ഞാൽ പിന്നെയുള്ള ഇമാമ് എന്ന് വാദിച്ചു. നമ്മൾ ഈ സാധാരണക്കാർക്ക് പലർക്കും അങ്ങനെ ഒരാളെ തന്നെ അറിയില്ല. ഇമാം ഹസൻ, ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അവരാണല്ലോ പ്രധാനികൾ. പക്ഷേ ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു അൻഹുവിന് ഇവര് മാത്രമല്ല, മറ്റ് ഭാര്യമാരിലായി ധാരാളം മക്കൾ ജനിച്ചിട്ടുണ്ട്, ആണും പെണ്ണുമുണ്ട്. അതിൽ മുസൈലിമത്തുൽ കദ്ദാബുമായി ബനു ഹനീഫക്കാരുമായി നടന്ന സഹാബത്തിന്റെ യുദ്ധം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നടന്ന ആ യുദ്ധത്തിൽ
തടവ് പിടിക്കപ്പെട്ട അടിമകളിൽപ്പെട്ട അടിമയാണ് ഈ ഹനഫിയ എന്ന് പറയുന്നത്. ബനു ഹനീഫ ഗോത്രക്കാരിയായതുകൊണ്ടാണ്. അങ്ങനെ ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഹിതത്തിൽ ഈ സ്ത്രീ വരികയും അവർ ഇസ്ലാമിലേക്ക് മടങ്ങി വന്ന് യഥാർത്ഥ മുസ്ലിം ആവുകയും ചെയ്തപ്പോ അവരെ എത്തിക്ക് ചെയ്ത് വിവാഹം കഴിച്ചതാണോ അതല്ല അടിമസ്ത്രീയായിട്ട് സുജീയത്താണോ എന്ന രണ്ടഭിപ്രായം ഉണ്ട്. ഏതായാലും ഈ ബനു ഹനീഫക്കാരിൽ നിന്നിട്ട് തടവ് പിടിക്കപ്പെട്ട ഈ സ്ത്രീയിൽ ബഹുമാനപ്പെട്ട ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിന് ജനിച്ച പുത്രനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. ആ പേര് വെറുതെ ഇട്ടതുമല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ മുമ്പ് തന്നെ തങ്ങളോട് സമ്മതം ചോദിച്ചു, നബിയെ, അവിടുന്ന് വഫാത്തായി കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു സന്താനം ജനിക്കുകയാണെങ്കിൽ അത് ആൺകുട്ടിയാണെങ്കിൽ മുഹമ്മദ് എന്ന് പേര് വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അനുവദിച്ചു കൊടുത്തു. അങ്ങനെ നിങ്ങൾ പേര് വെച്ചോളൂ. ശരിക്കും അറിയപ്പെടേണ്ടത് മുഹമ്മദ് ബിൻ അലി എന്നാണ്. കാരണം ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, ബാക്കിയുള്ളവരും ഇമാം അലിയാരെ മക്കളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവരുടെ കഴിവും യോഗ്യതയും പ്രാപ്തിയും മഹത്വവും അറിവും ലോകത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കഴിച്ചാൽ ഈ മുഹമ്മദിനേക്കാൾ അറിവുള്ള ആളുകൾ അന്ന് ലോകത്തുണ്ടായിരുന്നില്ല. ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇൽമിന്റെ അവകാശി എന്ന പേരിൽ അറിയപ്പെടും. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇൽമിന്റെയും അവകാശി എന്നറിയപ്പെടും. വലിയ മഹാനായ കറാമത്തുடைய വലിയ ഇൽമിന്റെ ആളാണ്. അപ്പൊ ഇത് മൂന്നാളും ഒരുപോലെ സംശയമായിട്ട് ഇവര് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണോ എന്ന് ധരിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അവരെ ഉമ്മയിലേക്ക് ചേർത്തിയിട്ട് മുഹമ്മദ് ബിനുൽ ഹനഫിയ എന്നാണ് അറിയപ്പെടുക. ഇമാം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽപ്പെട്ട ഏറ്റവും പ്രമുഖരിൽപ്പെട്ട ഒരാളാണ്. ഇമാം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ കഴിച്ചാൽ പിന്നെ ഏറ്റവും വലിയ മഹാനാണ് അഹ്ലുബൈത്തിലെ ഇമാം അലി റളിയല്ലാഹു. പിന്നെ അവരെങ്ങനെ അഹ്ലുബൈത്താകാണ്? അഹ്ലുബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ അബൂ ത്വാലിബിന്റെ മകനല്ലേ അലിയാര്? ആ അബൂ ത്വാലിബിന്റെ മക്കളൊക്കെ ഒക്കെ അഹ്ലുബൈത്താണെങ്കിൽ അലിയാരെ മക്കൾ എന്തായാലും അഹ്ലുബൈത്താണല്ലോ. ഉമ്മ ആരാണെന്ന് നോക്കേണ്ടതില്ല. ഏതുമ്മമാരിൽ നിന്ന് ജനിച്ചാലും ഇമാം അലി റളിയല്ലാഹു തആല അൻഹു ബനു ഹാഷിമിൽപ്പെട്ട ബനു അബ്ദുൽ മുത്തലിബിൽപ്പെട്ട സയ്യിദാണ്, അഹ്ലുബൈത്താണ്. അപ്പൊ അവരുടെ മക്കളൊക്കെ പെട്ടു. അപ്പൊ മുഹമ്മദ് ബിൻ ഹനഫിയ അഹ്ലുബൈത്ത് തന്നെയാണ്. പക്ഷേ ദുരിയാത്ത് എന്ന് പറയാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ദുരിയാത്ത് എന്ന് പറയുകയാണെങ്കിൽ അത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിൽ ജനിച്ച ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കൾ പരമ്പരയിലാണ്. ഈ കൈസാൻ ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ഇദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യുകയും ചെയ്യുന്ന ആളാണ് മുഹമ്മദ് ബിൻ ഹനഫിയ. ഇദ്ദേഹത്തെ പറ്റി രണ്ടഭിപ്രായം കാണാം. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ മഹാനായ ഇമാമ്, രണ്ടാം സ്ഥാനത്ത് വരുന്ന ഇമാമ് മുഹമ്മദ് ബിൻ ഹനഫിയത്താണ് എന്ന അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ അതത്രത്തോളം ശരിയല്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത് കഴിഞ്ഞ് നാലാമത്തെ ഇമാം. ഒന്നാമത്തെ ഇമാമ് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തെ ഇമാം ഹസൻ റളിയല്ലാഹു തആല അൻഹു, മൂന്നാമത്തെ ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അത് കഴിഞ്ഞാൽ നാലാം സ്ഥാനത്ത് വരുന്ന ഇമാമാണ് മുഹമ്മദ് ബിനുൽ ഹനഫിയ എന്നാണ് ഈ കൈസാന്റെ വാദം. അവർ പിന്നെ അദ്ദേഹത്തിന്റെ മകനിലൂടെ, അബൂ ഹാഷിം എന്ന് പറയും, ആ മകനിലൂടെ പോയി അവസാനം അത് ഇവരുടെ ഗോത്രത്തിൽ നിന്ന് തന്നെ പുറത്തു ചാടിയിട്ട് ബനൂ ഹാഷിമിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിലേക്ക് എത്തിപ്പെട്ടു. അപ്പോ ഈ
ബനു ഹാഷിമിൽപ്പെട്ട അരവി ഗോത്രത്തിൽ നിന്നിട്ട് ഇമാമത്ത് പോയിട്ട് അബ്ബാസിയിലെത്തി എന്ന് വാദിക്കുന്ന ആളാണ് കൈസാൻ. അയാളുടെ പ്രധാനപ്പെട്ട ചില വാദങ്ങൾ പിന്നീട് വരും. ഒന്ന്, ഇയാളിലേക്ക് ചേർക്കപ്പെടുന്നതാണ് കൈസാനിയ. ഇവർക്ക് 5 ഗ്രൂപ്പ് ഉണ്ട്. അതിന് പിന്നീട് പറയും. രണ്ടാമത്തെ, അടിസ്ഥാനപരമായ രണ്ടാമത്തെ ഗ്രൂപ്പ് സൈദിയാണ്. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ മക്കളായ സെയ്ദ്, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു തആല അൻഹു എല്ലാവർക്കും അറിയാം, വലിയ മഹാനായ ഇമാമാണ്, വലിയ ഇൽമിന്റെ ഉടമയാണ്, വലിയ കറാമത്തിന്റെ ഉടമയുമാണ്. ഇവരിൽപ്പെട്ട ഇമാമിയ വിഭാഗത്തിൽപ്പെട്ട ഇസ്നൈ അശരിയ എന്നൊരു വിഭാഗമുണ്ട്. ഇമാമിയ 5 ഗ്രൂപ്പാണ്. അതിൽപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകളുള്ള ഗ്രൂപ്പായ ഇസ്നൈ അശരിയക്കാർ പറയുന്നത് മുഹമ്മദുൽ ബാഖിർ ആണ് ഇമാം. അതേ സമയത്ത് സെയ്ദിയ വിഭാഗം പറയുന്നത് മുഹമ്മദുൽ ബാഖിർ അല്ല, അദ്ദേഹത്തിന്റെ സഹോദരനാവുന്ന സെയ്ദ് ബിൻ അലി, ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ സെയ്ദാണ് ഇമാമ്. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു വലിയ മുജ്തഹിദായ ഇമാമായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം മദ്ഹബുണ്ട്. അതെന്ന പേരിൽ, സെയ്ദിയ മദ്ഹബ് എന്ന പേരിൽ, ഇന്നും ഷിയ വിഭാഗത്തിൽ ഒരു കൂട്ടര് ഫിഖ്ഹിൽ സെയ്ദിയ മദ്ഹബ് അംഗീകരിക്കുന്നവരുണ്ട്. പക്ഷെ അതിൽ ഒരുപാട് വൈകല്യങ്ങളും വ്യത്യാസങ്ങളും ഉണ്ട്. അത് പിൽക്കാലത്ത് അവർ കടത്തിക്കൂട്ടിയതാവാനേ സാധ്യതയുള്ളൂ. മുജ്തഹിദ് മുത്തലഖാകുന്ന ഒരു സമ്പൂർണ്ണ പണ്ഡിതനായ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹു, പക്ഷേ അഖീദയിൽ അദ്ദേഹം സ്വീകരിച്ചത് വാസിൽ ഇബ്നു അത്താ എന്ന് പറയുന്ന മുഅ്തസിലിയുടെ മദ്ഹബാണ്. വാസിൽ ഇബ്നു അത്താ പ്രചരിപ്പിച്ച മുഅ്തസില മദ്ഹബാണ് അഖീദയിൽ സെയ്ദ് തങ്ങൾ അവലംബിച്ചത്. ഈ വിഷയത്തിൽ തന്നെ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടായിരുന്നു. മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു തആല അൻഹു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇമാമാണ്. ഷിയാക്കളെ പോലെ ഇമാമാണെന്ന് പറയണമെന്ന് കാര്യമില്ല. അദ്ദേഹം എല്ലാ അർത്ഥത്തിലും മഹാന്മാരായ ഖുലഫാഉർ റാഷിദുകളെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇത്തരം സെയ്ദ് അവരൊക്കെ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയാം, സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഖുലഫാഉർ റാഷിദുകളെ എല്ലാവരെയും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ തഫ്ളീലിയ വിഭാഗം എന്ന് പറഞ്ഞിട്ട് ഇവരിൽ ഒരു വിഭാഗം ആ കൂട്ടത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഖിലാഫത്തിന് അർഹൻ തന്നെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ, ഹക്കായ ഖലീഫയാണ്, അദ്ദേഹം അതിന് യോഗ്യനാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹക്കായ ഖലീഫയാണ്, അദ്ദേഹവും അതിന് യോഗ്യനാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഫിത്നയുടെ കാലം വരെ അദ്ദേഹവും യഥാർത്ഥ ഇമാമായിരുന്നു. എന്നാലും നമ്മൾ പറഞ്ഞില്ല, 6 കൊല്ലം ഒരു പ്രശ്നമില്ലാതെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലത്തതുപോലെ വിജയങ്ങളും, എന്നാൽ അന്നത്തെക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് സന്തോഷവുമായിരുന്നു. റളിയല്ലാഹുവിനെ കുറിച്ച് കർക്കശ നിയമങ്ങളാണ്. അതുകൊണ്ട് ആളുകൾക്ക് ഉള്ളിൽ ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, എല്ലാവർക്കും വളരെ സന്തോഷം. ആർക്കും ശറയിൽ എതിരില്ലാത്തൊരു കാര്യം ആവശ്യപ്പെട്ടാൽ അതെല്ലാം അനുവദിച്ചു കൊടുക്കുന്ന വളരെ വിശാല മനസ്കത ഉള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു. അവിടുന്ന് ഇങ്ങോട്ട് പ്രശ്നമായി. എന്നാലും ഈ മുബ്തദികൾ പറയുന്നത് പോലെ നമ്മുടെ മൗദൂദികളും നമ്മുടെ വഹാബികളും ഒക്കെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി എന്തൊക്കെ പറയുക എന്ന് പറയാൻ കഴിയില്ല. ജമാഅത്തുകാരാണ് ഏറ്റവും കൂടുതൽ ആ വിഷയത്തിൽ പറഞ്ഞത്. അതിന് കാരണം എന്താ? തൻ്റെ കുടുംബത്തിന് ധാരാളത്തിലധികം, ധാരാളം എന്നും പറഞ്ഞാൽ സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുത്തിരുന്നു. ഈ ആക്ഷേപം അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഉണ്ട്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നിങ്ങൾ അക്കാര്യത്തിൽ എന്നെ ആക്ഷേപിക്കേണ്ടതില്ല. ഞാൻ എൻ്റെ സ്വന്തം ധനത്തിൽ നിന്നാണ് എൻ്റെ കുടുംബങ്ങൾക്ക് കൊടുക്കുന്നത്.
മുസ്ലിങ്ങൾക്ക് അധികാരപ്പെട്ട അവകാശപ്പെട്ട ബൈത്തുൽ മാലിൽ നിന്നിട്ട് ഞാൻ എൻ്റെ കുടുംബങ്ങൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. എനിക്ക് കണക്കിലധികം സമ്പത്ത് അല്ലാഹു തന്നിട്ടുണ്ട്. ഈ വലിയ വിശാലമായ സമ്പത്തിൽ നിന്ന് എൻ്റെ കുടുംബത്തിൽ നിന്നിട്ട് അർഹതപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുന്നു. അതിന് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? അവർക്ക് കൂടുതൽ കൊടുക്കുന്നുണ്ട്, ശരിയാണ്. ഞാൻ എൻ്റെ കുടുംബബന്ധം ചേർത്തുക എന്ന നിലക്കാണ് കൊടുക്കുന്നത്. അത് മുസ്ലിങ്ങളുടെ സ്വത്തല്ല. ബൈത്തുൽ മാലിൽ നിന്നിട്ട് അവർക്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല. കൊടുക്കുന്നത് എൻ്റെ സ്വത്താ. എന്താ തെറ്റ്? എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഞാൻ ബാക്കിയുള്ളവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കുടുംബങ്ങൾക്ക് കുറച്ച് കൂടുതൽ കൊടുത്ത്. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ. അതേ സമയത്ത് ബൈത്തുൽ മാല് പൊതുഫണ്ടാണ്. അതിൽ നിന്ന് കുടുംബക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ആക്ഷേപം പറയാം. അതിൽ നിന്ന് കൊടുക്കണില്ല. അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞതാ, എല്ലാവർക്കും അറിയും ചെയ്യും. അതിന് മാത്രം പണക്കാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇപ്പത്തെ യൂസുഫ് അലി സാഹിബ് ഒന്നും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കച്ചവടത്തിലേക്ക് ചേർത്ത് നോക്കുമ്പം അദ്ദേഹത്തിന് ഇങ്ങനെ മാളുകളല്ലായിരുന്നു, വലിയ ഇറക്കുമതി കയറ്റുമതി ഹോൾസെയിൽ വ്യാപാരമാണ്. കോടികളുടെ ഇറക്കുമതി ചെയ്യുന്നു, ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു. അങ്ങനെ വലിയ കോടീശ്വരനായിരുന്നു. അതിൽ നിന്ന് കുടുംബത്തിന് എല്ലാം കൊടുക്കും. പിന്നെ ആർക്കും ആക്ഷേപിക്കേണ്ടത്? മറ്റൊന്ന്, ഉത്തരവാദപ്പെട്ട അധികാര സ്ഥാനങ്ങളിലൊക്കെ ബനൂ ഉമയ്യക്കാരെ നിയമിക്കുന്നു. രണ്ട് ഇട്ടാണ് പറയുന്നത്. സ്വജനപക്ഷപാതം നടത്തി. ഹാഷാവക്കല്ല, വഫാത്തിന്റെ തലേ രാത്രി വരെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ ഹഖിലാണെന്നും നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്നും നിങ്ങൾക്ക് അല്ലാഹു അണിയിച്ച ഈ കുപ്പായം അഴിച്ചു മാറ്റാൻ ചില അക്രമികൾ ശ്രമിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത് എന്നും പറഞ്ഞ് ഇവര് തന്നെ എഴുതിയിട്ടുണ്ട് എന്ന്. ഈ കുട്ടശ്ശേരി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസറില്ലേ മുജാഹിദുകൾക്ക്, അയാൾ ഈ സംഭവം തങ്ങൾ പ്രത്യക്ഷപ്പെട്ടതും വെള്ളം കൊടുത്തതും ഒക്കെ ഇവരുടെ ഔദ്യോഗിക അൽമനാറിൽ തന്നെ മുമ്പ് എഴുതിയിട്ടുണ്ട്. തന്നെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ മജ്ലിസിൽ അബൂബക്കറും ഫിൽ ജന്ന, ഉമറു ഫിൽ ജന്ന, ഉസ്മാനു ഫിൽ ജന്ന, ഇങ്ങനെ 10 പറഞ്ഞതല്ലേ. സ്വർഗാവകാശിയാണെന്ന അർത്ഥശങ്കക്കിടയില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ അക്രമിയാണ്, സ്വജനപക്ഷപാതിയാണ്, ഇസ്ലാമിന്റെ ഖിലാഫത്തിനെ രാജകീയമാക്കി രാജഭരണമാക്കി മാറ്റിമറിച്ച ആളാണ്. ഈ പറയുന്നതൊക്കെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള ആരോപണം. ജയ്ഷുൽ ഉസ്ര സംഭാവന വിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംഭാവന വിരിക്കുക. തബൂക്ക് യുദ്ധം അങ്ങേയറ്റം സാമ്പത്തികമായ പ്രയാസമുണ്ട്, വളരെ നീണ്ട യാത്രയാണ്, റോമക്കാരോട് നേരിടാനാണ് പോകുന്നത്. അതുകൊണ്ട് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോ ഒന്നിന്റെ പുറകെ ഒന്നായി 700 ഒട്ടകങ്ങളും അതിന് വേണ്ട സാമഗ്രികളും ഞാൻ തരാം എന്ന് പറഞ്ഞു. എത്ര കോടി ഉറുപ്പ്യ വരും നിങ്ങൾ കണക്കൂട്ടണം. 700 ഒട്ടകങ്ങൾ മാത്രമല്ല, അതിന് വേണ്ട യുദ്ധത്തിൽ ഉപയോഗിക്കേണ്ട സകല ഉപകരണങ്ങളോട് കൂടി തരാം. സാമ്പത്തികമായ കഷ്ടപ്പാടിന് അത് പൂർണ്ണമായിട്ട് പരിഹാരമല്ല. വീണ്ടും സംഭാവന ചോദിച്ചപ്പോ 10,000 സ്വർണ്ണ നാണയങ്ങൾ ഒരു ചാക്കിൽ, അന്ന് ബദ്ര എന്നാ പറയാ, ഒരു ചാക്ക് 10,000 സ്വർണ്ണ നാണയമുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല 10,000 സ്വർണ്ണ നാണയങ്ങളുള്ള ഒരു ബദ്ര കൊണ്ടുവന്ന് നബി തങ്ങളുടെ മുന്നിൽ അതിന്റെ കെട്ടഴിച്ചിട്ട് അവിടുത്തെ പടിയിലേക്ക് അടിച്ചൊരിഞ്ഞു കൊടുത്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മാ ലറ ഉസ്മാന മാ ഫഅല ബഅദു, ഇനി ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് അതുകൊണ്ട് ആഖിറത്തിൽ യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. ഇത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ സ്വർഗാവകാശികളാണെന്ന് വ്യക്തമായി പറഞ്ഞ ഖുലഫാഉർ റാഷിദുകളിൽപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്ത് വരെയും ഹഖിലായിരുന്നു. പിന്നെന്തേ കുടുംബത്തിന് അധികാരം കൊടുത്തു?
പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഷിയാക്കളുടെ ഉള്ളിലൂടെയുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സമൂഹത്തിൽ തലമുക്കി വന്നു തുടങ്ങിയപ്പം ഉത്തരവാദപ്പെട്ട കുഞ്ചിക സ്ഥാനങ്ങളിൽ, ജമാഅത്ത് ഭാഷയിൽ കുഞ്ചിക സ്ഥാനങ്ങളിൽ പലരെയും നിയമിക്കാൻ പ്രയാസമായി. ഇവര് രഹസ്യമായിട്ട് മറ്റേ ഗ്രൂപ്പിൽപ്പെട്ടവരാണോ? അങ്ങനെ വന്നാൽ അവർ അധികാരസ്ഥാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റിനെതിരിൽ, മുസ്ലിം ഖിലാഫത്തിനെതിരെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ തനിക്ക് ഉറപ്പ് തോന്നുന്ന യോഗ്യരാണെന്ന് ബോധ്യമുള്ള തന്റെ കുടുംബക്കാരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ വെച്ചോ ശരിയാണ്. കാരണം ജനങ്ങളുടെ അഭിപ്രായ വ്യത്യാസം കാരണം അപകടം മണത്തൊരു സാഹചര്യത്തിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ വെക്കുന്നവരെ സംബന്ധിച്ച് കൃത്യമായ അറിവില്ലാതെ വന്നാൽ ചിലപ്പോൾ ഗവൺമെന്റ് തന്നെ അട്ടിമറിക്കപ്പെടാൻ അത് കാരണമാവും എന്നതുകൊണ്ട് മറ്റുള്ളവരെ ആരും വെച്ചിട്ടില്ല എന്നല്ല, പ്രധാനപ്പെട്ട അധിക സ്ഥാനങ്ങളിലും ബനൂ ഉമയ്യക്കാരാവുന്ന ഉമവികളെ വെച്ചു. ഇതപ്പൊ 2 കേസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഉസ്മാൻ മാ ഫഅല. ഇനി ഇതിന്റെ ശേഷം ഈ ലോകത്ത് മരണം വരെ എന്ത് ചെയ്താലും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒന്നും വരില്ല. ഏതായാലും ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രശ്നം തുടങ്ങിയ കൊല്ലം ഒഴിച്ചാൽ അദ്ദേഹവും ഹക്കായ ഖലീഫയാണ്, ഇമാമാണ്. പക്ഷേ അവരെക്കാളൊക്കെ ഫളീലത്ത്, മഹത്വം ഇമാം അലി റളിയല്ലാഹു അൻഹുവിനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ദുന്നൂറൈൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും ഒക്കെ ഫളീലത്ത്, മഹത്വം കൂടുതൽ ഇമാം അലിയാർക്കാണ്. എന്നാൽ അവരൊക്കെ ഖിലാഫത്തിന് അർഹരാണ്, അവരൊക്കെ ഹക്കായ ഖലീഫമാരാണ്, ഒക്കെ ശരിയാണ്. ഇതിന് തഫ്ളീലിയ വിഭാഗം എന്ന് പറയും. ഷിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ്. ഈ തഫ്ളീലിയ വിഭാഗത്തിലായിരുന്നു സെയ്ദ് റളിയല്ലാഹു തആല. ഇതാണ് ഈ സെയ്ദിയകൾ 3 ഗ്രൂപ്പായി പിരിഞ്ഞ് പോകുന്നുണ്ട്. വിഷയം പിന്നെ വരും. മൂന്നാമത്തേത് ഇമാമിയ വിഭാഗം. അതാണ് നമ്മളെ അടിസ്ഥാനം. കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ലോകത്തുള്ള ഷിയാക്കളിൽ ഒരു 80% ഇവരിൽപ്പെട്ട ഇമാമിയ വിഭാഗം എന്ന് പറയുന്ന 5 കൂട്ടരുണ്ട്. അതിൽപ്പെട്ട ഇസ്നൈ അശ്രിയ എന്ന വിഭാഗമാണ് ഇറാൻ നേതൃത്വം കൊടുക്കുന്ന ആയത്തുള്ളമാര്. ഖുമൈനി ആയാലും ഖാംനഈ ആയാലും അവരൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇറാനി ഷിയാക്കളൊക്കെ ഈ പറയുന്ന ഇസ്നൈ അശ്രിയ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഇന്ന് സ്വന്തമായി ഒരു രാജ്യം ഭരിക്കുകയും ആ രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 5% എത്ര കോടി ഉണ്ടാവും ഓരോ കൊല്ലം? നിങ്ങൾ കണക്കൂട്ടി നോക്കി. ഇറാൻ പോലത്തെ എണ്ണ സമ്പന്നമായ ഒരു രാജ്യവും കൂടിയാവുക, പിന്നെ ലോക വ്യാപാരത്തിലും മറ്റു കാര്യങ്ങളിലും എണ്ണിയാൽ തീരാത്ത കോടികൾ വരുമാനമുള്ള രാജ്യത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ 5% ഷിഈ പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കണം. ഷാ പഹ്ലവിയെ സ്ഥാനഭ്രഷ്ടനാക്കി ഖുമൈനി അധികാരം പിടിച്ചെടുക്കുന്ന സമയത്ത് അവര് പറയുന്നത് 23% ഷിയാക്കളാണ് മുസ്ലിങ്ങളിൽ ലോകത്ത് മൊത്തം. എന്നാൽ തെഹ്റാനിൽ ഇവര് ഷീകളുടെ ഒരു മീറ്റിംഗ് കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് 50 കൊല്ലം കൊണ്ട് 65% മുസ്ലിങ്ങളെ ഷിയാക്കളാക്കി മാറ്റണം. 23% അവരവകാശപ്പെടുന്ന ഷിയാക്കളെ 50 കൊല്ലം കൊണ്ട് 65% മുസ്ലിം സമുദായത്തെ ഷീവൽക്കരിക്കണം. അതിനുള്ള ബൃഹത്തായൊരു രൂപരേഖ തയ്യാറാക്കി പ്ലാൻ ചെയ്ത് അതിന് ഗവൺമെന്റ് ഇറാൻ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിലും അവരുടെ ഉലമാക്കളാവുന്ന ആയത്തുള്ളമാരുടെ മേൽനോട്ടത്തിലും ലോകത്ത് മശ്രിഖ് മഗ്രിബിടയിൽ എവിടെയൊക്കെ മുസ്ലിം സമുദായമുണ്ടോ അവിടെയൊക്കെ അവർ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വായുകൊണ്ടുള്ള പ്രചരണമല്ല, പണം ഇറക്കിയിട്ട്
അവരെ അനുകൂലിക്കാൻ, അവരുടെ കൂട്ടത്തിൽ നിന്ന് കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് എണ്ണിയാലൊടുങ്ങാത്ത കോടികൾ അവർ വാരിക്കോരി കൊടുക്കും. ഷീവൽക്കരിക്കാനാണ്, മുസ്ലിങ്ങളെ ഷിയാക്കാൻ. അപ്പോ അവരാണ് പ്രധാനം. മറ്റുള്ളവരൊക്കെ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നതൊന്നും ഒരു പ്രശ്നമായിട്ട് നിലവിലില്ല. ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിലും പ്രശ്നമായിട്ട് പ്രത്യക്ഷത്തിൽ ഞങ്ങൾ ഷിയ വിഭാഗമാണ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഏറ്റവും വലിയ സംഖ്യ ഇസ്നയശ്രീകളാണ്. ഇമാമിയ വിഭാഗത്തിൽപ്പെട്ട ഇസ്നയശ്രീ. അതിനെപ്പറ്റി വിശദമായിട്ട് പഠനം വരും. പിന്നെ നാലാമത്തെ വിഭാഗം ഉലാത്ത് എന്ന പേരിലാണ് അവരെ അറിയപ്പെടുന്നത്. അവര് വേറെ പേര് പറയുമെങ്കിലും ഉലാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ സീമകളും ലംഘിച്ച, അതിർ ലംഘിച്ച ഷിയ വിഭാഗം, ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് തന്നെ പുറത്തുപോയവർ. നേരത്തെ കൈസാനിയ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അതാണ്. ഇമാം അലി റളിയല്ലാഹു അൻഹു അള്ളാഹു ആണെന്നും അള്ളാഹുവിന്റെ അവതാരമാണെന്നും തുടങ്ങിയിട്ട് യഥാർത്ഥത്തിൽ നബിയാണ് ഇമാം അലി റളിയല്ലാഹു അൻഹു തുടങ്ങി വാദങ്ങൾ ഉൾക്കൊള്ളുന്ന വിഭാഗമാണ് ഉലാത്ത്. അവര് പിന്നെ ഷിയാക്കളിൽ എണ്ണപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇസ്ലാമിന്റെ പുറത്താണ്. പേരിൽ മുസ്ലിം ഗ്രൂപ്പ് എന്ന് പറയുമെന്നല്ലാതെ ബിദ്അത്ത് രണ്ട് തരാണല്ലോ, നമ്മൾ മുമ്പേ പഠിച്ചതാണ്. ബിദ്അത്ത് ഒന്ന് കുഫ്ർ കൊണ്ട് ഹുക്മ് ചെയ്യപ്പെടുന്ന ബിദ്അത്തും മറ്റൊന്ന് കുഫ്ർ കൊണ്ട് വിധിക്കപ്പെടാത്ത ബിദ്അത്ത്. അങ്ങനെ രണ്ട് ബിദ്അത്താണ്. അതിൽ കുഫ്ർ കൊണ്ട് വിധിക്കപ്പെടുന്ന ബിദ്അത്താണ് ഈ ഉലാത്തിന്റെ ബിദ്അത്ത്. പിന്നെ ഇസ്മായിലിയ വിഭാഗം, അവസാനത്തെ അഞ്ചാമത്തെ ഗ്രൂപ്പ് അതാണ്. ഈ ഇസ്മായിലിയ വിഭാഗം മുഴുവനും ബാത്തിനികളാണ്. അത് ശുദ്ധ കുഫറാണ്. ഉലാത്തിനേക്കാളും മേലെയല്ലാതെ ഒട്ടും താഴെയല്ല ഇസ്മായിലികൾ. ഇങ്ങനെ 5 ഗ്രൂപ്പാണ് അടിസ്ഥാനപരമായിട്ട് ഇവരുള്ളത്. ഇപ്പൊ ഒരു പ്രസംഗം കേൾക്കണ ചൊർക്കൊന്നും ഉണ്ടാവില്ല, പഠിക്കണം തലിമിയൊക്കെ ഇപ്പൊ ഇതിൽ രസം കിട്ടുള്ളൂ. ഏതായാലും ആട്ടെ, കേട്ടോളി, കുറച്ചാണ് കഴിഞ്ഞാൽ രസം വരും. കാരണം ഇവർ ചെയ്ത അക്രമങ്ങളും അവരുടെ നടപടികളും മുസ്ലിം സമുദായത്തെ അവരെ എങ്ങനെയാണ് കാണുന്നത്. ഇപ്പൊ നമ്മളോടൊക്കെ ലോക്യപ്പെട്ട് തോള് കയ്യച്ചൊക്കെ നടക്കും. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളില് 7 പ്രാവശ്യം കഴുകേണ്ട മുഹല്ലലായ നജസായ നായ അല്ലെങ്കിൽ പട്ടിയുടെ സ്ഥാനത്താണ് സുന്നി. അവരുടെ പള്ളിയിൽ ഒരു സുന്നി കേറിയാൽ അവൻ തൊട്ട സ്ഥലം, അവൻ ചവിട്ടിയ സ്ഥലം മുഴുവനും സോപ്പിട്ട് കഴുകും. അല്ലാതെ അവര് നിസ്കരിക്കൂല. ഇതാണ് അവര് യഥാർത്ഥ ഉള്ളിലെ ശൈലി. അതാണ് നമ്മളെ പറ്റി ഒരു വീഴ്ച. ആട്ടെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കാം. അത് നാളെ ആയിരിക്കും ചിലപ്പോൾ. ഇവര് ഓരോ വിഭാഗത്തിനും പ്രത്യേകം ആദർശങ്ങളും ആശയങ്ങളും ഉണ്ട്. എന്നാൽ എല്ലാവരിലും തുല്യമായുള്ള 4-5 കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെച്ചാൽ അതില്ലാത്ത ഒരു ഷിയ ഉണ്ടാവില്ല. ഒന്നാമത്തേത് അൽ ഖൗലു ബിവുജൂബി തഈൻ വതൻസീസ്. ഷിയാണോ അവർ വിശ്വസിക്കുന്നത് ഇസ്ലാമിലെ ഷഹാദത്ത് കലിമ പോലെ, 5 വക്ത് നിസ്കാരം പോലെ, റമദാൻ ഷരീഫിലെ നോമ്പ് പോലെ, ഫർളാക്കപ്പെട്ട സക്കാത്ത് പോലെ, അതുപോലെ കഴിവുള്ളവർക്ക് ഫർളാക്കപ്പെട്ട ഹജ്ജ് പോലെ ഇസ്ലാമിന്റെ അർക്കാനുകളിൽപ്പെട്ട ഒരു റുക്നാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിയുന്നതിന് മുമ്പ് തന്റെ ശേഷം ഖിലാഫത്ത് നടത്തുന്ന ഇമാമ് ആരാണ് എന്ന് നിർണയിക്കുകയും അത് വ്യക്തമായി സമുദായത്തോട് പറയുകയും ചെയ്യുക എന്നത് ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ്. അത് ഉപേക്ഷിച്ചാൽ ആ നബി ഇസ്ലാമിനെ പൂർണ്ണമായി ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്തിട്ടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. ഏത് നബിമാരും. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ അർക്കാനുകളിൽപ്പെട്ട റുക്നായ തന്റെ ശേഷമുള്ള ഇമാമ് ആരാണെന്ന് പറയുകയും അത് നസ്സാക്കി നിർണയിക്കുകയും ചെയ്യാതെ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോവില്ല.
എന്തുകൊണ്ട്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം ദീന എന്ന ആയത്ത് ഹജ്ജത്തുൽ വദായിൽ ഇറങ്ങി. ഇനി ദീന് പൂർത്തിയാകാനൊന്നും ബാക്കിയില്ല. അതിന് ശേഷമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. അപ്പോ ഈ ഹജ്ജത്തുൽ വദായി കഴിഞ്ഞ് പോരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സഹാബത്തിനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നസ്സായി നിർണയിച്ചുകൊണ്ട് എന്റെ മരണശേഷം ഇന്ന ആള് ഖലീഫയാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോരാ, തന്റെ ശേഷം പിന്നീടാര്, അതിന്റെ ശേഷം പിന്നീടാര്, അതിന്റെ ശേഷം പിന്നീടാര്, അങ്ങനെ ലോക അവസാനം വരെ മുസ്ലിം സമുദായത്തിന്റെ ഖിലാഫത്ത് നടത്തേണ്ട ഖലീഫ ആരാണെന്ന് നിശ്ചയിച്ചു കൊടുക്കുകയും ആളെ നിർണയിച്ച് പറയുകയും ചെയ്യൽ വുജൂബാണ്. അതില്ലാതെ ഇസ്ലാം പൂർത്തിയാവില്ല. 30ഓളം ഗ്രൂപ്പുകൾ വരുന്ന ഷീഈ വിഭാഗം എല്ലാവരും വിശ്വസിക്കുന്നതാണ്. അങ്ങനെ ഒരു നസ് എവിടെ? നമ്മൾ അങ്ങനെ ഒരു നസ് കണ്ടിട്ടില്ല. അങ്ങനെ ഒരു നിർണയം നമ്മൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ പറയും, നിങ്ങളല്ലേ പറയണുണ്ട് നസ്സുണ്ട്, തയ്യീനാക്കി ഇമാമിനെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറയും. ഓരോ ഗ്രൂപ്പും എല്ലാവരും അലിയാരാണെന്ന് എല്ലാവരും പറയും. അത് കഴിഞ്ഞാൽ പിന്നീട് ആരാണ് എന്ന് ചോദിച്ചാൽ ഓരോ ഗ്രൂപ്പുകളും വേറെ വേറെ ആളുകളെ. പിന്നെ എന്ത് നസ്സാണത്? നസ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത നിലക്ക് വ്യക്തമായി പറഞ്ഞതിനാണ് നസ് എന്ന് പറയാം. അത്ര നസ്സാണെങ്കിൽ പിന്നെ അവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക. നസ് ഉണ്ട് എന്ന് അറിയണത് അവര് ഈ ഗ്രൂപ്പ് ആകുന്നവർക്കൊക്കെ അരിയാറ് കഴിഞ്ഞാൽ പിന്നെ ആരാണ് ഖലീഫ ഇമാമാവേണ്ടത് എന്നതിലുള്ള തർക്കാണ്. അപ്പൊ ഇവര് പറയുന്ന ആളല്ല മറ്റേവർ പറയുന്ന, അവര് പറയുന്ന ആളല്ല മറ്റൊരു പറയുന്ന, അവര് പറയുന്ന ആളല്ല മറ്റാൾ പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് നിർണയമാണ് അവിടെ ഉള്ളത്? അങ്ങനെ ഒരു നിർണയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹലോകവാസം വെടിയുന്ന സമയത്ത് ചില സൂചനകൾ നൽകിയതല്ലാതെ വ്യക്തമായി എന്റെ ശേഷം ഇന്ന ആള് ഖലീഫയാവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയോ ആളെ നിർണയിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ സൂചിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്വം ദീനിനും ദുനിയാവിനും ഇമാമത്ത് എന്നതാണ്. ദീനിന്റെയും ഇമാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്, ദുന്യാവിന്റെ ഇമാമും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നബി തങ്ങൾ തന്നെയാണ് ഭരണാധികാരി, തങ്ങൾ തന്നെയാണ് പള്ളിയിലെ ഇമാം. ഇതിൽ വലുത് യഥാർത്ഥത്തിൽ ഈ ദീനിന്റെ ഇമാമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ നിർബന്ധിച്ച്, ഈ അലി റളിയല്ലാഹുവിനോടുണ്ട്, അബ്ബാസ് റളിയല്ലാഹുവിനുണ്ട്, സുബൈർ റളിയല്ലാഹുവിനുണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു, ഇവരൊക്കെ ഉള്ളതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഇമാമു നിൽക്കാൻ പറയുകയും അവസാനത്തെ ദിവസം വഫാത്താവുന്ന അന്ന് രാവിലെ പള്ളിയിൽ ഒരുവിധം കുറച്ച് ആശ്വാസം തോന്നിയപ്പം ഒരു ഭാഗത്ത് ഇമാം അലി റളിയല്ലാഹു തആല അൻഹു, ഒരു ഭാഗത്ത് ഇമാം ഫളൽ റളിയല്ലാഹു, അബ്ബാസ് റളിയല്ലാഹു മകൻ ഫളൽ റളിയല്ലാഹു അൻഹു താങ്ങി പിടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ നിസ്കാരം തുടങ്ങിയ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സമീപത്ത് ചെന്ന് ഇരുന്നു. സിദ്ദീഖ് പിന്നോട്ട് മാറാൻ ശ്രമിച്ചപ്പം മാറണ്ടാന്ന് അവിടെ നിർത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി നിസ്കരിച്ച് ആ ളുഹർ പിറ്റേന്ന് അന്നത്തെ സുബഹി കഴിഞ്ഞിട്ട് ളുഹറിന്റെ മുമ്പ് വഫാത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങൾ തന്നെ മരണം വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കി കൊണ്ട് കാണിച്ചു തന്നു. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കാണിച്ചു തന്നു. ഇതിലൂടെ സഹാബത്ത് മനസ്സിലാക്കിയതാണ് അതിന്റെ താഴെയല്ലേ ഉള്ളൂ ഭരണാധികാരം എന്ന് പറയുന്നത്. ദീനിന്റെ ഇമാമത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കാമെങ്കിൽ അതിലും വലിയൊരു ഇമാമത്ത് അല്ലല്ലോ നാട്ടിന്റെ ഭരണം എന്ന് പറയുന്നത്. അതിന്റെ ചോട്ടിലുള്ള ഇമാമത്തല്ലേ. അപ്പൊ എന്തായാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെയാണ്
നാട്ടിന്റെ ഭരണമാവുന്ന ഖിലാഫത്ത് ഏറ്റെടുക്കാനും അർഹൻ എന്ന് ഇതിലൂടെ നബി തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അതും നസ്സല്ല, നസ് ഇല്ല എന്നതാണ് സഹാബത്തിന്റെ ഇജ്മാ. അപ്പോ ഈ വിഷയത്തിൽ ഷിയാക്കളും സുന്നികളും രണ്ട് ഭാഗത്താണ്. നസ്സില്ല, ഇഷാറത്തേ ഉള്ളൂ എന്നാണ് സുന്നികൾ പറയുന്നത്. ഷിയാക്കൾ എല്ലാ വിഭാഗവും പറയുന്നത് നസ്സുണ്ട് എന്ന് മാത്രമല്ല ആളെ തയ്യീനുമാക്കിയാണ്. പക്ഷെ അത് തെളിവ് ഉദ്ധരിക്കാൻ അവരോട് കഴിഞ്ഞിട്ടില്ല. അവർ പറയുന്ന ഒറ്റ തെളിവും നസ്സല്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവരുടെ ഭാഷണം സുബൂത്ത് ഇസ്മത്തുൽ അംബിയാഇ വൽ അഇമ്മ. എല്ലാ അമ്പിയാക്കളും മാസൂമുകളാണ്, അത് നിർബന്ധമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട് ആദം നബി അലൈഹി സ്വലാം വരെയുള്ള എല്ലാ അമ്പിയാക്കളും മാസൂമുകളാണ്. അത് നമ്മളും സമ്മതിക്കുന്നുണ്ട്. അഹ്ലുൽ സുന്ന വൽ ജമാഅയും ആ അഭിപ്രായത്തിൽ യാതൊരു വ്യത്യാസമില്ല. അമ്പിയാക്കളൊക്കെ മാസൂമുകളാണ്. അവരിൽ നിന്നിട്ട് ചെറുതോ വലുതോ ആയ ദോഷങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ ഓലതിൽ കൂട്ടിക്കൊടുക്കാണ് വല്ല ഇമാം, അവര് പറയുന്ന ഇമാമുമാർ. അതാരാ? ഓരോരുത്തരും ഇമാമ് ഇന്ന ആളാന്നാ പറയാ. അതിന്റെ കാരണം എന്താണെന്നറിയോ? അത് വല്ലതും മനസ്സിലാക്കണം. ഇമാമുകൾ പറയുന്നതാണ് ദീന്. ഇസ്ലാമിൽ പൗരോഹിത്യം അംഗീകരിച്ച ഏക പ്രസ്ഥാനം ശിയയ്യത്താണ്. ജമാഅത്തുകാരൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ട്, ലേഖനത്തിന് ചൊറുക്കിന് വേണ്ടിയിട്ട് അഹ്ലുസുന്ന വൽ ജമാഅയെ പറ്റിയിട്ട് പുരോഹിതന്മാരെന്നും പൗരോഹിത്യം എന്നും ആക്ഷേപിക്കുകയാണ്. ഓൽക്ക് തന്നെ അറിയാം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ പൗരോഹിത്യമില്ല. ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസുമാവുന്ന ചതുർപ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിധിവിലക്കുകൾ പറയാനല്ലാതെ സ്വന്തമായി ദീനിന്റെ വിധിവിലക്കുകൾ പറയാൻ ഒരു പടപ്പിനും അധികാരമില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അള്ളാഹു കൽപ്പിച്ച ഖുർആനോ സുന്നത്തോ അല്ലെങ്കിൽ അതിൽ ഇജ്തിഹാദ് ചെയ്തിട്ടോ പറയുകയല്ലാതെ സ്വന്തം ഇസ്ലാമിന്റെ ഒരു നിയമവും പറയാൻ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് പോലും അധികാരമില്ല. പിന്നെ ബാക്കി ഇമാമുകൾക്കും മുജ്തഹിദുകൾക്ക് അധികാരമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇവരങ്ങനെയല്ല പറയുന്നത്. നസാറാക്കളുടെ അതേ വിശ്വാസം, തൗറാത്തും ഇഞ്ചീലും വിധി എന്ത് പറഞ്ഞാലും സൂനഹദോസ് കൂടിയിട്ട് അവരുടെ ഉയർന്ന അച്ഛന്മാര് ആലോചിച്ച് അങ്ങനെ അവരുടെ വലിയ അച്ഛനാവുന്ന പോപ്പ് പ്രഖ്യാപിക്കുകയാണ്, ഇന്ന കാര്യം ഇന്നതാണ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് തൗറാത്ത് പിൻബലം വേണ്ട ആവശ്യമില്ല, ഇഞ്ചീലിന്റെ പിൻബലത്തിന്റെ ആവശ്യമില്ല. പോപ്പ് പറഞ്ഞാൽ അത് നസറാനിക്ക് മതമായി മാറി. ഇതാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തഹ്ലീല് തഹരീമിന്റെ അധികാരം കൊടുക്കുക. അതുള്ള ഏക വിഭാഗം ഷിയാക്കൾ അവരുടെ പണ്ഡിതന്മാർ ഡിഗ്രി പാസ്സായാൽ തന്നെ മുജ്തഹിദ് എന്ന സർട്ടിഫിക്കറ്റാ കൊടുക്കുക. അവിടുന്ന് സ്പെഷ്യലൈസ് ചെയ്താൽ പിന്നെ ആയത്തുള്ള എന്നുള്ള പേര് കൊടുക്കും. അത് മറ്റൊരു സ്പെഷ്യൽ ഡിഗ്രിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റൂഹുള്ള എന്ന പദവി കൊടുക്കും. ഇതൊക്കെ ഇങ്ങനെ ഒന്നിന്റെ മോളുള്ള ആയത്തുള്ള റൂഹുള്ള എന്ന് പറഞ്ഞാൽ അവരാണ് കാമിലായ ആളുകൾ, ഇമാമുകൾ. അവർക്ക് തഹ്ലീല് തഹരീമിന്റെ അവകാശമുണ്ട്. ഇന്ന കാര്യം ദീനിൽ ഹറാമാണെന്ന് തീരുമാനിക്കുക. ഖുർആനും സുന്നത്തും നോക്കി പറയല്ല. ഇന്നതൊക്കെ ഇന്ന് മുതൽ ഹറാമാണെന്ന് പറയാനും ഇന്നതൊക്കെ ഇന്നത് മുതൽ ഹലാലാണെന്ന് പറയാനും ഈ ആയത്തുള്ളമാർക്ക്, ഈ റൂഹുള്ളമാർക്ക് അവർക്ക് അവകാശമുണ്ട്. അതാണ് പൗരോഹിത്യം. സ്വയം വിധി പറയാ. ഈ അധികാരമുള്ളത് കൊണ്ട് അത് ഖുർആൻ നോക്കിയിട്ടോ സുന്നത്ത് നോക്കിയിട്ടോ ഇജ്മാന്റെ അടിസ്ഥാനത്തിലോ ഖിയാസിന്റെ അടിസ്ഥാനത്തിലോ അല്ല. സ്വയം വിധി പറയാനുള്ള അധികാരമുണ്ട്. അവരെന്താ പറയുന്നത് അതാണ് ദീന്. ഇത് എല്ലാ ഷിയാക്കളുടെയും വിശ്വാസമാണ് കേട്ടോ. അതുകൊണ്ട് ഈ പറയുന്ന ഇമാമുമാർ, ഈ ഇമാമുമാർക്ക് അബദ്ധം പറ്റാൻ പാടില്ല. കാരണം അയാൾ പറയുന്നത് ദീനാണ്. അവര് പറയുന്നത് ദീനാണെങ്കിൽ പിന്നെ അവർക്ക് അബദ്ധം പറ്റിയ ദീനിൽ പഴു വരൂലേ? അമ്പിയാക്കന്മാർ മഅസൂമുകളാണെങ്കിൽ പോലും അമ്പിയാക്കൾക്ക് ചിലപ്പോൾ
ഖത്ത് പറ്റാം. അങ്ങനെ ഖത്ത് പറ്റിയാൽ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഇറക്കി വഹി കൊടുത്ത് ആ തെറ്റ് തിരുത്തി കൊടുക്കും. അപ്പോൾ അമ്പിയാക്കന്മാരിൽ വേണമെങ്കിൽ ഒരു പിഴവ് സംഭവിച്ചേക്കാം, അവർ മാസൂമുകളാണെങ്കിലും സംഭവിച്ചേക്കാം. കാരണം ഉമ്മത്തിന് പ്രശ്നമില്ല, കാരണം അല്ലാഹു തആല ജിബ്രീൽ മുഖേന തിരുത്തി കൊടുക്കും. ഇവരീ പറയുന്ന ഇമാമുകൾക്ക് വഹിയില്ല, അവർ നബിമാരല്ല. അതുകൊണ്ട് തന്നെ അവരടുത്ത് പിഴവ് പറ്റിയാൽ തിരുത്താൻ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഇമാമുമാർ പറയുന്നത് 100% ദീനാണ്. ഖുർആന്റെ എതിരാവാം ചിലപ്പോൾ, സുന്നത്തിന്റെ എതിരായെന്ന് വരാം ചിലപ്പോൾ, ഇജ്മാഇന് എതിരായി വരാം ചിലപ്പോൾ ഖിയാസിനെതിരായി വരാം, ചതുർപ്രമാണങ്ങൾക്കും എതിരാണ്. അത് നോക്കേണ്ട ആവശ്യമില്ല. അത് മുജ്തഹിദീങ്ങൾ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും ഒക്കെ നോക്കിയിട്ട് പറയുന്നു. അതേ സമയത്ത് ഈ ഇമാമുകൾ നേരിട്ടുള്ള വെളിപാടിലൂടെയാണ് പറയുന്നത്. അവർക്കൊരിക്കലും പിഴവ് പറ്റുന്നതല്ല. നമ്മളെ ന്യൂസും കൂട്ടരും ഒക്കെ പറഞ്ഞു നടക്കണ അങ്ങനെയാണല്ലോ അല്ലേ? നിങ്ങൾ കേട്ടോ? കേൾക്കാൻ പോണ്ട, നല്ലതല്ല. ഏതായാലും പറഞ്ഞതെന്താ? ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരാവും ചിലപ്പോൾ ഷെയ്ഖ് പറയുന്നത്. ഒരു ഷെയ്ഖ് അറിയില്ല, മറ്റൊരു ഇമാമ് അറിയില്ല. ഷാഫി ഇമാമ് പറഞ്ഞതിന്റെ, മാലിക് ഇമാമ് പറഞ്ഞതിന്റെ, ഹനഫി ഇമാമ് പറഞ്ഞതിന്റെ, അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞതിന്റെ ഒക്കെ എതിര് ചിലപ്പോൾ ഷെയ്ഖ് ചെയ്യും, അല്ലെങ്കിൽ പറയും. ആ പറഞ്ഞാൽ അതാണ് ദീന്. മറ്റേത് ഇമാമിങ്ങൾക്ക് പിഴവ് പറ്റിയതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കിതാബ് നോക്കിയിട്ട് എല്ലാം മധ്യം അറിയേണ്ടത് ഷെയ്ഖ് എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യേണ്ടത്. ഇത് ശിയ വിശ്വാസമാണ്. മറ്റേ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും അനുസരിച്ച് ഇജ്തിഹാദ് ചെയ്ത് പറയുന്നത് പേക്ക. കാരണം അത് മുജ്തഹിദീങ്ങളായ ഇമാമുകളുടെ റന്നല്ലേ, പിഴവ് പറ്റ. അതേ സമയത്ത് ഷെയ്ഖ് എന്ന് പറയുന്ന ഇവരുടെ സ്ഥാനീയനായ ഇമാമ്, ആ ഇമാമുകൾക്ക് ഖത്ത് പറ്റാൻ പറ്റില്ല. അവര് നേരിട്ട് അല്ലാഹുവിൽ നിന്നുള്ള കശ്ഫ് മുഖേന പറയുകയാണ്. അതുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരിൽ ഷെയ്ഖന്മാര് പറഞ്ഞതാണ് എടുക്കേണ്ടത്. മറ്റേല് പിഴവ് പറ്റാ, ഷെയ്ഖന്മാർക്ക് പിഴവ് പറ്റൂല. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാഇന്റെ എതിരാണത്. ഷിയ വിഭാഗത്തിന്റെ തലതിരിഞ്ഞ തീരുമാനമാണത്. കാരണം എന്തുകൊണ്ട്? ഷെയ്ഖന്മാർ ഇവരുടെ ഇമാമുകൾക്ക് ഖത്ത് പറ്റൂല, അവര് മാസൂമുകളാകൽ വുജൂബാണ്. ആ ഇസ്മത്ത് കാരണം അവരെന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും തശ്രീഇന്റെ അധികാരമുള്ളവരാണ്. അവർക്ക് തഹ്ലീൽ തഹരീമിന്റെ അധികാരമുണ്ട്. ഇത് എല്ലാ ഷിയാക്കളും വിശ്വസിക്കും, ബാത്തിനിയാക്കളും അല്ലാത്തവരും ഒക്കെ വിശ്വസിക്കും. അവരുടെ ഇമാമുകൾ മാസൂമുകളാണ്. അതാണ് പണ്ട് ഉമവിയ ഭരണത്തിനെ പറ്റി പറഞ്ഞോടത്ത് ഗർബല സംഭവത്തില് അവരിലേക്ക് പുറപ്പെട്ടത് ഇജ്തിഹാദിൽ അബദ്ധം സംഭവിച്ചു പോയതാണ് എന്ന് ഇവിടുന്ന് പ്രസംഗിച്ചത് കൊല്ലങ്ങൾക്ക് ശേഷം പൊക്കിയെടുത്ത് ഇപ്പോഴും അതും കൊണ്ട് നടക്കുകയാണ് ഈ മൂവർ സംഘം. ഇജ്തിഹാദിൽ ഖത്ത് പറ്റുക എന്ന് പറയുന്നത് തെറ്റാന്നല്ല. ഖത്ത് പറ്റിയാലും അവർക്ക് കൂലിയുണ്ട്, അവർക്കതനുസരിച്ച് അമൽ ചെയ്യാം. അവരെ തഖ്ലീദ് ചെയ്യുന്ന മുഖല്ലിദീങ്ങൾക്കും അതനുസരിച്ച് അമൽ ചെയ്യാം. പക്ഷേ സംഗതി ഖത്ത് ആണ്. പിന്നീട് ആലങ്കാരികമായി പറഞ്ഞു, ആളുകളെല്ലാം പിരിഞ്ഞുപോയി, ഗവൺമെന്റ് സൈന്യം ഒന്നിച്ചു വരുന്നുണ്ട് എന്ന വിവരം കേട്ടപ്പോ ആളുകളൊക്കെ കൂടെ ഉള്ളവര് പോയി. ആയിരക്കണക്കിന് ആളുണ്ട് അതിന്റെ കൂടെ. അവസാനം 70 ആളുകൾ മാത്രം ബാക്കിയായി. കുറച്ച് കുട്ടികളും സ്ത്രീകളും അതിൽ വെച്ചപ്പെട്ട ബാക്കി 70 ആളും. 10,000-കണക്കിന് പട്ടാളുള്ള ഗവൺമെന്റിന്റെ സൈന്യത്തിനിടെ നേരിടാൻ പോവാണ്. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ സ്വന്തം അഭിപ്രായ പ്രകാരം തിരിച്ചു പോവാം എന്ന ധാരണയിലെത്തി. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അൽഹംദുലില്ലാഹ് ഗർബല സംഭവിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ ഖലാ മറ്റാൻ കഴിയില്ലല്ലോ. പക്ഷേ അഖീൽ റളിയല്ലാഹു തആലയുടെ മക്കള് മുസ്ലിം അഖീൽ കൊല്ലപ്പെട്ടത് കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ
ഇനി പകരം ചോദിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹം മരിച്ച പോലെ ഞങ്ങളും മരിക്കുക, ഞങ്ങൾ തിരിച്ചു പോരില്ല എന്ന് പറഞ്ഞപ്പം കേവലം 70 ആള് മാത്രമുള്ള ഈ ചെറു സംഘം കൂഫയിലെ പട്ടാളത്തോട് നേരിടാൻ പോവുക എന്ന് പറഞ്ഞ് വളരെ അപകടകരമായ തീരുമാനമായി പോയി. അതിന് മജാസിയായിട്ട് പറയുന്ന ഒരു വാക്കാണ് ആത്മഹത്യാപരമായി. ആത്മഹത്യാപരം എന്ന് പറഞ്ഞാൽ അദ്ദാഹിയത്തിന് അൽ മൗത്ത് എന്നാണ് മജാസിൽ പറയാ. അൽ മൗത്ത് എന്ന് പറഞ്ഞാൽ അദ്ദാഹിയത്തുൽ കുബ്ര, വലിയ അപകടം. അപ്പൊ വലിയ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നതിനെ പറ്റി പറയും ആത്മഹത്യ എന്നല്ല പറയാ, ആത്മഹത്യാപരം എന്ന് പറഞ്ഞാൽ അപകടകരം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന സ്വഭാവമുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇന്നും ഇന്നലെയും വരെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത്. അള്ളാനെ പേടിയില്ലെങ്കിൽ പിന്നെ എന്തും ചെയ്യാം. ഈ വിശ്വാസം എവിടുന്ന് വന്നു? അതാണ് നോട്ടം. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു ഇമാമാണ്. ഇമാമുകൾ മഅസൂമുകളാകൽ വുജൂബാണ്, ഖത്ത് വരൽ അസംഭവ്യമാണ്. അപ്പൊ പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖത്ത് പറ്റി അപകടകരമായ തീരുമാനമെടുത്തു എന്ന് പറയുന്നത് അവരുടെ അഖീദക്കെതിരാണ്. ആരുടെ? ഷിയാക്കളുടെ അഖീദക്കെതിരാണ്. ഷിയാ എല്ലാ ഗ്രൂപ്പിന്റെയും അഖീദക്കെതിരാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അങ്ങനെ പ്രശ്നമേ ഇല്ല. അമ്പിയാക്കളല്ലാത്ത ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാമും മഅസൂമാണെന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിന്റെ അഖീദയിൽ പഠിപ്പിക്കുന്നില്ല. ഖത്ത് പറ്റാം, ഖത്ത് ആർക്കും പറ്റാം. അമ്പിയാക്കളല്ലാത്ത ഏത് ഇമാമുകൾക്കും ഖത്ത് സംഭവിക്കാം. അത് കൂടുതൽ പറഞ്ഞു മാത്രമേ ഉള്ളൂ. മൂന്നാമത്തേത് അൽ ഖൗലു ബിത്തവല്ലി വത്തബരി. ഷിയാണോ അഹ്ലു ബൈത്ത് മാത്രമാണ് ഇമാമുകളെന്നും അവരാണ് മുസ്ലിങ്ങളുടെ ഖലീഫയാകേണ്ടത് എന്നും വിശ്വസിക്കുക. അല്ലാതെ തബരി ഇമാം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ഇമാം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഇമാം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയവരും പിന്നീട് വന്ന ഉമവി ഖലീഫമാരും അതിനുശേഷം ഉണ്ടായ അബ്ബാസി ഖലീഫമാരും ഇവരെല്ലാം ഇസ്ലാമിന്റെ പുറത്താണെന്നും ദീനിനെ കളങ്കപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ നസ്സിനെ പൊളിച്ചവരാണെന്നും അതുകൊണ്ട് അവർ മുഴുവനും ളാലിമീങ്ങളും കാഫിരീങ്ങളും ആണ് എന്ന് വിശ്വസിക്കണം. അത്തവല്ലി അത്തബരി ഏറ്റവും അപകടകരമായ വിശ്വാസം. സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ അക്കാലത്തുണ്ടായിരുന്ന ഷിയാക്കള് തള്ളിക്കളയാനുണ്ടായ കാരണം തബരി ചെയ്യാത്തത് കൊണ്ടാണ്. അഹ്ലു ബൈത്താണ് ഇമാമുകളാകേണ്ടത്, അവരാണ് കൂടുതൽ അർഹര് എന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നുണ്ട്. തഫ്ളീൽ വിഭാഗക്കാരനാണ്. പക്ഷേ അവരാവശ്യപ്പെട്ടു അബൂബക്കർ, ഉമർ, ഉസ്മാൻ എന്നിവരിൽ നിന്നിട്ടുള്ള തബരി ചെയ്യുന്നുണ്ടോ നിങ്ങള്? സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു സാധ്യമാവൂല, അവരെ തബരി ചെയ്യാൻ പറ്റൂല, അവർ ളാലിമീങ്ങളാണ്, അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ വിധിയെ നസ്സിനെ തട്ടിക്കളഞ്ഞവരാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ് എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. കാരണം എന്റെ വാപ്പ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു അവരെ ബഹുമാനിക്കുന്നവരാണ്, അവരെ അംഗീകരിക്കുന്നവരാണ്, അവരെ ആദരിക്കുന്നവരാണ്. അവരെ തള്ളിക്കളയാൻ ഒരിക്കൽ പോലും എന്നോട് വാപ്പ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടില്ല. എന്റെ വാപ്പ പഠിപ്പിച്ചു തന്ന ഇൽമിൽ നിന്നിട്ട് മാറി നിൽക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എവിടുന്നാ പറയണത് അറിയോ? ഗവൺമെന്റ് സൈന്യവും ഷിയാ സൈന്യവും രണ്ടും ഇങ്ങനെ മുഖാമുഖം നിൽക്കാൻ യുദ്ധം തുടങ്ങാൻ വേണ്ടി വിസിലടിച്ചാൽ യുദ്ധം തുടങ്ങും. പിന്നീട് കാത്തിക്കാം. ആ സമയത്താ ചോദിക്കുന്നത്. അപ്പൊ അവരുടെ വിശ്വാസം നോക്കണം. തവല്ലി ചെയ്യുന്നുണ്ട്. ഇമാം അലിയാരാണ് ഒന്നാം സ്ഥാനക്കാരൻ, അഹ്ലു ബൈത്തിനാണ് കൂടുതൽ അർഹത, അവരാണ് ഇമാമുകളാകേണ്ടത് എന്നൊക്കെ ആർക്കും അഭിപ്രായമുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹു അഭിപ്രായമുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് സിദ്ദീഖുൽ അക്ബറിനെയോ ഉമറുൽ ഫാറൂഖ് തങ്ങളെയോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും അവരെ തള്ളിക്കളയാനൊന്നും നമ്മൾ തയ്യാറല്ല. അവര് ളാലിമീങ്ങളല്ല, അവർ യഥാർത്ഥ ഇമാമുകൾ തന്നെയാണ്. അഫ്ളലായ ആൾ ഉള്ളപ്പോൾ തന്നെ മഫ്ളൂലായ ആള് ഇമാമാവുന്നതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് എൻ്റെ വാപ്പ സൈനുൽ ആബിദീൻ തങ്ങൾ പഠിപ്പിച്ചു തന്നത്.
അതുകൊണ്ട് ഞാൻ തള്ളിപ്പറയില്ല. യുദ്ധം തുടങ്ങാൻ അങ്ങനെ നിൽക്കുകയാണ്. ചെറിയ കേസല്ല. നിലവിലുള്ള ഉമവി ഖിലാഫത്തിനെ അട്ടിമറിച്ച് അലവി ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. രാജ്യത്തെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വരുന്നവരെ വിടുവോ ഗവൺമെന്റ്? ആരായാലും കണക്കന്നല്ലേ. ഇത് പറഞ്ഞപ്പോ തബരി ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഇവരൊറ്റ സ്വരത്തിൽ പറഞ്ഞു, ഇദന്നർഫുക, നിങ്ങൾ തബരി ചെയ്യാൻ തയ്യാറില്ലേ 3 ഖലീഫമാരെ പറ്റി? എങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൈവെടിയുന്നു, തള്ളിക്കളയുന്നു. അവർ തിരിച്ചുപോയി. 40,000-ഓളം ഒരു രൂപത്തിൽ അല്ലെങ്കിൽ 30,000-ഓളം വരുന്ന ഷിയാക്കള് തിരിച്ചുപോയി. 300 ആള് മാത്രമാണ് തന്റെ കൂടെ നിന്നത്. അത് അഹ്ലുബൈത്തിനോടുള്ള സ്നേഹം കൊണ്ടുവന്നതാ. ബാക്കിയുള്ളവർക്ക് അഹ്ലുബൈത്തിനോട് ഒരു സ്നേഹമില്ല. അഭിമാരെ ഷിയാക്കള് അഹ്ലുബൈത്തിന്റെ ആളുകളാണെന്ന് പുറത്ത് പ്രചരിപ്പിക്കല്ലാതെ ഖൽബിന്റെ ഉള്ളിൽ അഹ്ലുബൈത്തിനെ പറ്റി യാതൊരു ബഹുമാനമോ ആദരമോ അവർക്കില്ല. അവരുടെ കാര്യലാഭത്തിന് വേണ്ടി മുതലെടുക്കാൻ മുസ്ലിം ഉമ്മത്തിന്റെ പൊതുധാരയിലുള്ള വിശ്വാസം, അഹ്ലുബൈത്തിനുള്ള ആദരവും ബഹുമാനവും മുതലെടുത്ത് അവരുടെ രാഷ്ട്രീയ ലാഭവും അവരുടെ മതകീയ ചിന്തയും പ്രചരിപ്പിക്കാൻ വേണ്ടി ആയുധമാക്കുകയാണ് അവർ ചെയ്യുന്നത്. അവരുടെ മതകീയ ചിന്ത എന്ന് പറഞ്ഞാൽ യഹൂദിയത്തിനും നസ്രാനിയത്തും മജൂസിയത്തും കൂട്ടിക്കുഴച്ച് ഇസ്ലാമിനെ നശിപ്പിക്കലാണ് അവർ മതകീയ ലക്ഷ്യം, അല്ലാതെ രാഷ്ട്രീയ ഭരണം കൈയാളലല്ല. ഈ ലക്ഷ്യത്തിന് അഹ്ലുബൈത്തിനോടുള്ള മഹബത്തും അവരുടെ സ്ഥാനവും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ മുന്നിൽ നിർത്തുകയാണ്, അല്ലാതെ അവരോട് മഹബത്തില്ല. ഇവർ തിരിച്ചുപോയി. പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് തങ്ങളും ഈ 300 ആള് അവര് മഹബത്ത് കൊണ്ട് വന്നവരെന്നെ. അത് എപ്പോഴും ഉണ്ടാവുമല്ലോ, ഏത് കൂട്ടത്തിലും ഉണ്ടാവും. ആത്മാർത്ഥമായിട്ട് മഹബത്ത് വെക്കുന്നവരുണ്ടാവും. ആ കൂട്ടത്തിൽ 40,000 പട്ടാളമായിട്ട് വന്ന് സയ്യിദിന്റെ എതിർക്കാൻ വരുമ്പോൾ എന്തായാലും അതിൽ ഏറെ ഉണ്ടാവുമല്ലോ ഗവൺമെന്റ് പട്ടാളം. അവർക്ക് ഈ 300 ആളുകൾ ഒരു പ്രശ്നമാണോ? മിനിറ്റുകളെ കൊണ്ട് ഈ 300 ആളുകളെയും കൊലപ്പെടുത്തി സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ട് കൊല്ലാതെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് പൊതുസഭയിൽ ജനങ്ങളെ വിളിച്ചുകൂട്ടി പരസ്യമായി ക്രൂശിൽ തറച്ച് അമ്പെയ്ത് കൊന്നു. പൂർണ്ണ നഗ്നനാക്കി അമ്പെയ്ത് കൊന്നു. ആ മൃതശരീരം ഈ കുരിശിൽ ആടിക്കളിച്ചു ദിവസങ്ങളോളം. പക്ഷെ അള്ളാഹു കൊടുത്ത കാവലും അഹ്ലുബൈത്ത് തന്നെയാണ്. എന്തായാലും അവർ ഈ ഖുലഫാഉ സലാസത്തിനെ തള്ളി പറയാത്തവരുമാണ്. അന്ന് രാത്രി നേരം പുലർന്നു നോക്കുമ്പോ മഹാനവറുടെ ഔറത്തിന്റെ സ്ഥാനം ആകെ ചെലന്തി വല കെട്ടിയിട്ട് തുണി കൊടുത്തതുപോലെ ചെലന്തി വല ഒറ്റ രാത്രി കൊണ്ട് ഔറത്ത് കാണാത്ത നിലക്ക്. അങ്ങനെ പിന്നെ താഴെ ഇറക്കി 3 ദിവസത്തിന് ശേഷം താഴെ ഇറക്കി ചുട്ട് കരിച്ചു എന്നാണ് ചിലർ പറയുന്നത്, അല്ലെങ്കിൽ മറമാടി. ഏതായാലും ആട്ടെ, ഇത് തബരി ചെയ്യാത്ത ഒറ്റ കാരണം കൊണ്ടാണ് അവരുടെ ഇമാമായി അംഗീകരിച്ച സയ്യിദിനെ അവര് ഒറ്റിക്കൊടുത്തത്. ഇതാണ് അവരുടെ അവസ്ഥ. ഷിയാക്കൾക്ക് അത്തവല്ലി അത്തബരി രണ്ടും ഇല്ലാത്തവരെ ഒരിക്കലും അവർ ഷിയായിട്ട് അംഗീകരിക്കുന്നതല്ല. ഈ 3 ഖലീഫമാരെ ഇസ്ലാമെന്ന് പുറത്താക്കി തള്ളിപ്പറഞ്ഞു. അവർ വാലിമീങ്ങളാണ്, അക്രമികളാണ് എന്ന് വിശ്വസിക്കാത്തവരാരും മുഅ്മിനല്ല എന്നാണ് ഷിയാക്കൾ വിശ്വസിക്കുന്നത്. അല്ല, അവര് യഥാർത്ഥ ഇമാമുമാരാണ്, അവർ മുഅ്മിനീങ്ങളുടെ നേതാക്കളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിച്ചവരാണ്. പക്ഷേ ആ നിലക്ക് ഒരാൾ അംഗീകരിച്ചാൽ അവനെ ഒരിക്കലും ഷിയായിട്ട് അവര് അംഗീകരിക്കില്ല. ഈ തബരി വേണം. പിന്നെ തവല്ലി, അഹ്ലുബൈത്തിന്റെ തവല്ലിന്നാ. ഇമാമുകൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന ഇമാമുകൾ അഹ്ലുബൈത്തിനാണെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. പിന്നെ അഹ്ലുബൈത്തിന്റെ അംഗീകാരത്തോടു കൂടിയോ അതല്ലെങ്കിൽ ഈ അവതാരവാദം ഉണ്ട് ഇവർക്ക്, അവതാരത്തിലൂടെയോ സ്ഥാനം കിട്ടിയവരല്ലാതെ അഹ്ലുബൈത്തിന് മാത്രമേ ഇമാമത്തിന്റെ അധികാരമുള്ളൂ. ഈ തവല്ലി തബരി ഇവരുടെ പ്രധാനപ്പെട്ട അസ്ലുകളിൽപ്പെട്ട ഒരു അസ്ല. അത് വാക്കാലും അങ്ങനെ വേണം, ഫീലാലും അങ്ങനെ തന്നെ വേണം, വാക്ക് തന്നെ ഇത്തിഖാദിലും. ഇത്രയും അടിസ്ഥാന കാര്യങ്ങളാണ്.
പിന്നെ പ്രധാനപ്പെട്ട ഒന്നുണ്ട് തഖിയ. അത് പഠിച്ചില്ലെങ്കിൽ ഷിയാക്കളെ മനസ്സിലാക്കാൻ കഴിയൂല. അത് ഇൻഷാ അല്ലാഹ് തുടർന്നു. ഇവരെന്താണെന്ന് മനസ്സിലായിട്ട് പിന്നെ അവരെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പോ പറഞ്ഞല്ലോ നമ്മള് ഒന്നാമത്തേത് വുജൂബു തഈൻ വ തൻസീസ്, ഒന്നാമത്തേത്. രണ്ടാമത് സുബൂത്ത് ഇസ്മത്തുൽ അംബിയാഇ വൽ അഇമ്മ വുജൂബൻ മിനസ് സഗായിരി വൽ കബായിർ. മൂന്നാമത് അൽ ഖൗലു ബിത്തവല്ലി വത്തബരി. നാലാമത്തത് അത്തഖിയ. അത്തഖിയ അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അത്തഖിയാണ് അവരെ മറ്റവരിൽ നിന്നിട്ട് വേർതിരിക്കുന്ന ഏറ്റവും വലിയ, വിശ്വസിക്കാൻ കൊള്ളാത്ത കള്ളവ് പറയുന്നവരായ ഒരു പ്രസ്ഥാനമായിട്ട് അവരെ വേർതിരിക്കുന്നത് ഈ തഖിയ. അതെവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഭാഗോട് പിന്നീട് വരും. ഇത് കേൾക്കാനൊരു ഭംഗി, പ്രസംഗത്തിന്റെ ഒരു ചൊക്കൊന്നും ഉണ്ടാവില്ലെങ്കിലും കുറേ കാര്യങ്ങൾ അവൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ. കാരണം ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ സൗകര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവരുടെ ആശയം ആരെയും പേടിക്കാതെ തുറന്ന് പറയാൻ കിട്ടിയ ഈ സമയം ഇറാനികളുടെ പണം സ്വീകരിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പത്രപ്രവർത്തകന്മാർ തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. സ്റ്റേജ് കെട്ടി ജനങ്ങളുടെ മുന്നിൽ അത് പറയാൻ അവർക്ക് ഇപ്പോഴും ധൈര്യം പോരാ. എങ്കിലും സ്വന്തം കേന്ദ്രത്തിന്റെ ഉള്ളിലിരുന്നോ അതല്ലെങ്കിൽ സ്വന്തം കൈവെള്ളയിലുള്ള മൊബൈലിലോ സംസാരിച്ചിട്ട് സോഷ്യൽ മീഡിയ മുഖേന പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവര് തങ്ങന്മാരെ ബഹുമാനിക്കുന്ന ഒരു കൂട്ടരാണ്, തങ്ങന്മാരുടെ ആളുകളാണ്, അഹ്ലുബൈത്തിന്റെ കക്ഷിയാണ് എന്നൊരു തെറ്റിദ്ധരിപ്പിക്കലുമുണ്ട്. യഥാർത്ഥത്തിൽ അതല്ല. നസാറ, മജൂസി, യഹൂദി ഈ മൂന്ന് പ്രസ്ഥാനം കൊണ്ട് മുക്കൂട്ട് മുന്നണി കൂട്ട് ഉണ്ടാക്കി ഇതിന്റെ മൂന്നാശയങ്ങളും ഉള്ളിലൂടെ തിരികെ കയറ്റി യഥാർത്ഥ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തി മുസ്ലിം ഉമ്മത്തിനെ പരാജയപ്പെടുത്തുക എന്നതാണ് അവരുടെ അന്തിമമായ ലക്ഷ്യം. ഇതൊന്നും അറിയാതെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കുന്ന കൂട്ടരാണ്, അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുന്നവരാണ്, അവർ അഹ്ലുബൈത്തിന്റെ സ്വന്തം ആൾ എന്ന് മനസ്സിലാക്കി കുറെ സാധാരണക്കാരിൽ കൂടിയാണ്. നമ്മൾ എതിരല്ല, അത് സാധാരണക്കാർക്ക് അറിയാതെ പെട്ടതാണ്. യഥാർത്ഥത്തിൽ ഇവന്റെ യഥാർത്ഥ ഷിയാക്കളുടെ ലക്ഷ്യം ഇസ്ലാമിനെ നശിപ്പിക്കാൻ സായുധമായി കഴിയാത്തപ്പോൾ ആദർശപരമായി ഇസ്ലാമിനെ കളങ്കപ്പെടുത്തി സ്വയം നാശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അത്തരം എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.